കഴിഞ്ഞ രണ്ടാഴ്ചയിൽ കൂടുതലായിട്ട് എല്ലാ ന്യൂസ് മാധ്യമങ്ങളിലും ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങൾ എന്നുള്ള കാര്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് ചർച്ചകൾ അതിനെക്കുറിച്ച് നടക്കുന്നു. മീഡിയയിൽ അത് മാത്രമേ കാണുന്നുള്ളൂ. രാവിലെ എണീറ്റ് നോക്കുകയാണെങ്കിൽ ഒരു പീഡനം, ഉച്ചയ്ക്ക് എണീറ്റ് നോക്കുകയാണെങ്കിൽ വേറൊരു പീഡനം, വൈകിട്ട് എണീറ്റ് നോക്കുകയാണെങ്കിൽ അടുത്ത പീഡനം. രാവിലെ പീഡനത്തിന്റെ ചർച്ച അടുത്ത് കുറച്ച് നേരം നടക്കും. ഉച്ചയ്ക്ക് വരുന്ന പീഡനത്തിന്റെ കാര്യങ്ങളുടെ ചർച്ച പിന്നെ കുറേ നേരം നടക്കും. അതിങ്ങനെ അടുത്ത 2-3 ദിവസം ഓടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അടുത്ത പീഡനത്തിന്റെ വിഷയം വരും. അങ്ങനെ സിനിമാ മേഖലയിലെ പീഡന ആരോപണങ്ങളാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ ഈ രാജ്യത്തും വിദേശ രാജ്യത്തു നിന്നൊന്നും വേറൊരു ന്യൂസുമില്ല. ഈ ഒറ്റ ന്യൂസ് മാത്രമേ നമ്മുടെ മാധ്യമങ്ങൾക്കുള്ളൂ. ഫുൾ ടൈം ചാനൽ ചർച്ചകളിലെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കടക്കം വലിയവർക്കടക്കം കേട്ടോണ്ടിരിക്കുക. ഈ ഒറ്റ ന്യൂസ് മാത്രമേ ഒരു 24/7 എന്നുള്ള രീതിയിൽ അവർ കൊടുക്കുന്നുള്ളൂ. TRP റേറ്റിംഗ് കൂട്ടാൻ ഇത്രയധികം വൃത്തികെട്ട പരിപാടി ചെയ്യുന്ന ചാനലുകൾ വേണമെങ്കിലും മലയാളത്തിൽ മാത്രമേ കാണത്തുള്ളൂ. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ വഴി തടഞ്ഞുകൊണ്ട് നിന്നിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം തള്ളി മാറ്റി. അതിന് ഓരോ ചാനലിട്ടുന്ന കയ്യാങ്കളി നടത്തി, ചാനലുകളുടെ മോശമായി പെരുമാറി. ചില ചാനലുകൾ അതിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു. ഒരു മന്ത്രിയെ വഴി തടയാനുള്ള അവകാശം ഏത് ചാനലുകാർക്കാണ് ഇന്ത്യയിൽ കൊടുത്തിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് നമ്മുടെ ലാലേട്ടന്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, സിനിമയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പറ്റത്തില്ല. ശരിയാണ്, ഏതൊരു സിനിമ നടനോട് ചോദിച്ചാലും ആ സിനിമയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ സെറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരാൾക്കും അറിയാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു കോടതിയുണ്ട്, ഇവിടെ പോലീസുകാരുണ്ട്, ഇവിടെ നിയമമുണ്ട്. ഇത് തന്നെയാണ് സുരേഷ് ഗോപിയും എന്ന് പറഞ്ഞത്, ഇത് തന്നെയാണ് പലരും പറയുന്നത്. പക്ഷെ ഇതൊന്നും നമ്മുടെ ചാനലുകാർക്ക് മാത്രം ബാധകമല്ല. ഇവിടെ ചാനലാണ് കോടതി. ചാനൽ എന്ത് പറയുന്നു അത് ശിക്ഷ വിധിക്കണം. അത് കേൾക്കാൻ കുറെ നാട്ടുകാരുമുണ്ട്. ചാനലുകാർ എന്ത് പറയുന്നു അതിനനുസരിച്ച് വിശ്വസിച്ച് മറ്റുള്ളവരെ തെരുവിളിക്കുന്ന ഒരു കൂട്ടം സൈക്കോ നാട്ടുകാർ. ഇവർക്ക് ഒരു സൈഡിലെ ആൾക്കാർ മാത്രം പറയുന്നത് കേട്ടാൽ മാത്രം മതി. ഈ പ്രത്യേകതരം നാട്ടുകാർക്ക് ഇവർക്ക് അപ്പുറത്തുള്ള ആള് പറയുന്ന ഒന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കുറ്റം ആരോപിക്കപ്പെട്ട ആള് പറയേണ്ട വിഷയമൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് കോടതി പറയുന്ന വിഷയങ്ങളൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. കോടതി വിധി ഒന്നും അവർക്ക് മാനിക്കേണ്ട കാര്യമില്ല. ചാനലുകാരെന്ത് പറയുന്നു, ഈ കുറ്റം ആരോപിക്കുന്നവരെന്ത് പറയുന്നു അത് മാത്രം അവർക്ക് കേട്ടാൽ മതി. അവർ കംപ്ലീറ്റ്ലി അത് വിശ്വസിക്കും. അതാണ് ഞാൻ ഈ പറഞ്ഞ പ്രത്യേകതരം നാട്ടുകാരുടെ ഒരു പ്രത്യേകത. അപ്പൊ ഈ പ്രത്യേക നാട്ടുകാരിൽ ഒരുത്തനോട് ഞാൻ ചോദിക്കുകയാണ്, ഈ പ്രത്യേക നാട്ടുകാരിൽ ഒരുത്തനോട് ഒരു സ്ത്രീക്ക് എന്തേലും ഒരു പ്രതികാരം തോന്നി. അപ്പൊ ആ സ്ത്രീ കൊണ്ട് മീഡിയയോടും ബാക്കിയുള്ള നാട്ടുകാരോടും പറയുകയാണ്, ഇവൻ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ആരോപിക്കുകയാണ്. അപ്പൊ ഈ പ്രത്യേക നാട്ടുകാരൻ, ആ ഒരു വ്യക്തി അപ്പൊ എന്ത് ചിന്തിക്കും? ഓ, അവളും മീഡിയയും എല്ലാവരും ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് അവർ പറയുന്നത് ശരിയാണ്, അത് പറഞ്ഞ് ഓക്കെ ആക്കി കൊടുക്കുവോ? കാരണം ഇവിടെ ഇപ്പൊ ഒരു ആരോപണം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഇവരെല്ലാം ഇങ്ങനെ കുറ്റം പറയുന്നത്. ഏതൊരു രംഗത്താണെങ്കിലും ഇതുപോലെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണം അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. സിനിമാ മേഖലയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും. ഇപ്പോൾ നടക്കുന്ന ചാനൽ ചർച്ചകൾ ഒന്നും തന്നെ വേണ്ട എന്നല്ല പറയുന്നത്. ചാനൽ ചർച്ചകൾ വേണം, പക്ഷെ 24/7 അത് മാത്രമായിരിക്കരുത്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ തമിഴ്നാട്ടിൽ ഒരു യുവതിയും യുവാവും ഒളിച്ചോടുകയുണ്ടായ. യുവതിയുടെ വീട്ടുകാർ യുവാവിന്റെ വീട്ടിൽ വന്ന് യുവാവിന്റെ അമ്മയോട് ചോദിക്കുകയാണ്, എന്റെ മകൾ എന്ത് ചെയ്യുന്നു? യുവാവിന്റെ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു തന്റെ മകനും മകന്റെ കാമുകിയും എങ്ങോട്ടാണ് ഒളിച്ചോടിയെന്ന്. അത് പറയുകയും ആ യുവതിയുടെ വീട്ടുകാർ ഈ കാമുകന്റെ അമ്മയെ കയറി ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ഇവിടെ ഒരു സ്ത്രീ, ഒരു വൃദ്ധ ഒരമ്മ, അവരെ കയറി ബലാത്സംഗം ചെയ്തിട്ടും അതിനെക്കുറിച്ചൊരു ചർച്ച നടത്താനോ കാര്യങ്ങൾക്കോ ഒന്നും ഇവിടുത്തെ ചാനലുകാർക്ക് സമയമില്ല. കാരണം അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, അത് തമിഴ്നാട്ടല്ലേ. ഇപ്പൊ എനിക്കൊന്ന് കേരളത്തിലെ ചാനലുകാർ വിചാരം തമിഴ്നാടൊക്കെ ഇന്ത്യക്ക് വെളിയിലുള്ള സ്ഥലമാണ്. തൊട്ടപ്പുറത്ത് തമിഴ്നാട് നടന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള വലിയ വാർത്തകളൊന്നും അവർക്ക് കൊടുക്കാൻ നേരമില്ല. കഴിഞ്ഞ ദിവസം ക്യാരറ്റിന്റെ പേരിൽ ഒരുത്തനെ വെട്ടിക്കൊന്നു. അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള ചെറിയ നിസാര വിഷയങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് ഇതുപോലെ ആൾക്കാർ വയലന്റായി പെരുമാറുന്നു? അതിനുള്ള ഒരു പ്രതിവിധികൾ എന്താണ്? ഇതിനുള്ള ഒരു ചർച്ചകളും അവർക്ക് നടത്താൻ സമയമില്ല. നാട്ടിൽ ഒരുപാട് വേറെ വേറെ പ്രശ്നങ്ങൾ നടക്കുന്നു. ഇന്നും പെൻഷൻ കിട്ടാത്ത ആൾക്കാരുണ്ട്. അതിനെതിരെ ഒരു ചർച്ച നടത്താൻ സമയമില്ല. എല്ലാവർക്കും 24/7 ഇത് മാത്രം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് മാത്രം, അതിനുള്ള വരുന്ന ആരോപണങ്ങൾ. എന്നാൽ ഇത്രയും നാൾക്കിടയിലും ഒരു 1-2 നടികൾ മാത്രമാണ് ഈ ആരോപണങ്ങളല്ലാതെ പോലീസിന് കേസ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ആരോപണങ്ങളിൽ മാത്രം ഇപ്പോഴും നിൽക്കുന്നു. ഈ ഇത്രയും നടക്കുന്ന സമയത്താണ് പിന്നെയും ചാനലുകാർ ഈ നടന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് പ്രതികരിക്കാത്തത്, നിങ്ങൾ എന്താണ് ഇതിലൂടെ നടപടി എടുക്കുന്നത്, എന്താണ് നടപടി എടുക്കുന്നത്? ആദ്യമേ ആ ആരോപണങ്ങൾ നടത്തിയവരോട് പറയൂ പോയി കേസ് കൊടുക്കാനായിട്ട്. നിങ്ങളല്ലല്ലോ കോടതി, ഈ മാധ്യമങ്ങളല്ലല്ലോ കോടതി. ഇവിടെ കോടതിയുണ്ട്, പോലീസുണ്ട് നിയമം നടപ്പിലാക്കാനായിട്ട്. ചുമ്മാതെ നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം വായിൽ വിളിച്ച് പറയുന്നത് അല്ലല്ലോ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ. ഏകദേശം ജൂലൈ 19 തൊട്ട് ജൂലൈ 26-28 വരെയോളം അർജുൻ എന്നൊരു വിഷയമായിരുന്നു മാധ്യമങ്ങൾക്കുണ്ടായിരുന്നത്.
അതിനുശേഷം അന്ന് അരുണും റിപ്പോർട്ടർ ചാനൽ അരുണും അതുപോലെ തന്നെ 24 ന്യൂസിനകത്തെ ഹാഷ്മി മെക്കെന്ന് അവിടെ നിന്ന് പറയുന്നത് കേട്ടു, അർജുനെ കിട്ടാതെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകില്ല എന്ന്. അതിനുശേഷം വയനാട് പ്രശ്നം വന്നു. ഒരു 2 ആഴ്ച വയനാട്ടിലായിരുന്നു ഇവരെല്ലാം ഉണ്ടായിരുന്നത്. ഫുൾ ടൈം വയനാട് മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തി. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഇപ്പൊ 2 ആഴ്ചയായിട്ട് നടന്മാരെ കുറിച്ച്, നടിമാരെ കുറിച്ച്, സിനിമ മേഖലയെക്കുറിച്ചും ചർച്ച നടത്തുന്നു. അപ്പൊ എന്റെ സംശയം ഇതാണ്, ഇപ്പോൾ വയനാട്ടിൽ നിന്ന് നിങ്ങൾ ഒന്നും അറിയണ്ടേ? അവിടെ അർജുന്റെ വിഷയങ്ങളെ കുറിച്ച് ഒന്നും അറിയണ്ടേ? മുല്ലപ്പെരിയാറിന് എന്ത് മാറ്റം സംഭവിച്ചു? കഴിഞ്ഞ 3 ദിവസം ചർച്ച നടത്തി മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ട്. എന്നിട്ട് 3 ദിവസം നിങ്ങൾ ചർച്ച നടത്തിയപ്പോൾ മുല്ലപ്പെരിയാർ എന്തെങ്കിലും മാറ്റം വന്നു? ഇപ്പൊ ചർച്ചകളെല്ലാം അവസാനിപ്പിക്കാനുണ്ട്. ഒരു മാറ്റവും വന്നില്ല. പക്ഷെ നിങ്ങൾ എല്ലാ ചർച്ചകളും നടത്തി. ഇനി വേറെ എന്തെങ്കിലും ഒരു വിഷയം കിട്ടുന്നിടം വരെ നിങ്ങളുടെ ചർച്ച ഇതായിരിക്കും. എന്തെങ്കിലും ദുരന്തം ഇവിടെ ഉണ്ടാകുന്നിടം വരെ നിങ്ങളുടെ ചർച്ച ഇതായിരിക്കും. അല്ല എന്തെങ്കിലും എരിവും പുളിയുള്ള ന്യൂസ് കിട്ടുന്നിടം വരെ ചാനലുകാർ ചർച്ച ഇതായിരിക്കും. എന്തിനാണ് ഇങ്ങനെ TRPയോടെ ഇത്രയധികം വൃത്തിയുടെ പരിപാടി ചെയ്യുന്നത്? ഇവിടെ എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇനിയെങ്കിലും ഈ മാധ്യമങ്ങള് ഇതിൽ നിന്ന് മാത്രം ഒഴിച്ച്, ഇത് വിടണം എന്ന് പറയുന്നില്ല, നിങ്ങളുടെ TRPക്ക് വേണ്ടി നിങ്ങൾ അത് വിടത്തൂലെന്ന് അറിയാം, പക്ഷെ ഇതിൽ നിന്ന് ഇത് മാത്രം ഒഴിച്ച്, അല്ല ഇതിൽ മാത്രം കടിച്ചു തൂങ്ങാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളുണ്ട് നാട്ടില്, അതിലും കൂടെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും.